ലെവലിലേക്ക് വരും. മാക്സിമം ലോൺ ചെയ്ത് ഫ്ലഡ് ഇല്ലാന്നുള്ള എഴുതി ഒപ്പിട്ടാണ് കൊടുക്കും. ഫുൾ ഗ്യാരണ്ടി അതുകൊണ്ട് ഫുൾ ലോൺ കയറാൻ ചാൻസ് ഉള്ള ഒരു വണ്ടിയാണ്. ഫുൾ ലോൺ കയറുന്ന ഒരു വണ്ടി. 2014 മോഡൽ, 74,000 കിലോമീറ്റർ ഓടിക്കണ്ട്. 2017 VXI ഓട്ടോമാറ്റിക്, 2008 മോഡൽ സ്വിഫ്റ്റ്. ഇത് ഓടിക്കണ്ട് 1.15 ഒരു 30 റുപ്യന്റെ താഴെ മതി. ഒരു 10-15 റുപ്യന്റെ നമുക്ക് ഈ സ്വിഫ്റ്റ് ഇറക്കാം. 2018 സെക്കൻഡ് ഓണർഷിപ്പ്, പെട്രോൾ ഓട്ടോമാറ്റിക്. 2016 ഹൈബ്രിഡ് ഡീസലാണ്. ഹൈബ്രിഡ് ആണ്. 2015 ആണ്. GDSP ആണ്. 4 ഡോർ പവർ വിൻഡോ, ABS ബ്രേക്ക്, 2 എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഉള്ള GDSP. ഇതിന് നമ്മൾ ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. 7 റുപ്യാണ് ഇതിന്റെ മാർക്കറ്റ് വാല്യൂ. ഈ വണ്ടി നമ്മൾ 6.25 ചോദിക്കണുള്ളൂ. 17 മോഡലും 18 രജിസ്ട്രേഷനും, സിംഗിൾ ഓണർ, ഓട്ടോമാറ്റിക്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ വീണ്ടും ഡിലക്സ് മോട്ടോഴ്സിലാണ് എത്തിയിട്ടുണ്ട്. മലപ്പുറം മച്ചിങ്ങലുള്ള ഡിലക്സ് മോട്ടോഴ്സ് കേട്ടോ. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് റോഡ് കയറി മച്ചിങ്ങൽ കേട്ടോ. ഇവിടെ ഒരു അവതാർ സിമെന്റ് കാരൻ, അതിന്റെ നേരെ സൈഡ് ഭാഗത്തായിട്ടാണ് യൂസർ കാറിന്റെ ഷോപ്പ് വരുന്നത്. നമ്മൾ പരിചയപ്പെട്ട വണ്ടികൾ ഏകദേശം ഒരു 10-80ഓളം വണ്ടികൾ നിലവിലുള്ള സ്റ്റോക്ക് ഉണ്ട്. ഒരു 10-12ഓളം വണ്ടികൾ ഫസ്റ്റ് പാർട്ടിൽ ഉൾപ്പെടുന്നത്. 2 പാർട്ടായിട്ടൊക്കെയാണ് വീഡിയോ വരിക. പിന്നെ അത് മാത്രമല്ല, ഇവിടെ സമ്മാനപ്പെരുമായിട്ട് കേട്ടോ. നമ്മൾ ഒരു വണ്ടി എടുത്ത്, ഒരു കാർ എടുത്ത് കഴിഞ്ഞാൽ വേറൊരു കാറ്, അതേമാതിരി 3 ബൈക്ക് സമ്മാനമായിട്ട് കിട്ടും. അപ്പോൾ നമ്മളെ കൂടെയുള്ള മാനുക്കാണ് പുതിയ ഓഫറിൽ എത്തിയിട്ടുണ്ട്. മാനുക്ക, എങ്ങനെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഇത് മലപ്പുറം കോഴിക്കോട് റോഡിൽ മച്ചിങ്ങൽ ഡീലക്സ് മോട്ടോഴ്സ് പറഞ്ഞാൽ ഒട്ടുമിക്ക ആളുകൾക്ക് അറിയാം. അതെ, റോഡിന്റെ സൈഡിൽ തന്നെയാണ്. നമ്മൾ അവതാർ സിമെന്റ് തൊട്ടടുത്തായിട്ട് യൂസർകാരുടെ ഷോപ്പ് തന്നെ. ഏകദേശം ഒരു 100ഓളം വണ്ടികൾ ഇപ്പം നിലവിലൂടെ സ്റ്റോക്ക് ഉണ്ടല്ലേ? ഓക്കെ. നമ്മൾ ഈ സമ്മാനത്തിന്റെ കാര്യങ്ങൾ എങ്ങനെ? സമ്മാന വണ്ടി എടുക്കുന്ന എല്ലാവർക്കും നമ്മൾ കൂപ്പൺ ഉണ്ട്. ആ കൂപ്പണിൽ എല്ലാ ആഴ്ചയിലും ഒരു നറുക്കെടുപ്പ് ഉണ്ട്. ആഴ്ച നറുക്കെടുപ്പ്. പിന്നെ ഒരു ബമ്പർ പ്രൈസ് ഉണ്ട്. ബമ്പർ പ്രൈസിൽ നമ്മളൊരു കാറുണ്ട്. പിന്നെ സെക്കൻഡ് പ്രൈസ് ആയിട്ട് ബൈക്ക് എത്ര ഉണ്ട്? ബൈക്ക് 8 ബൈക്ക് ഉണ്ട്. 8 ബൈക്ക് ഉണ്ട്. പിന്നെ ഒരു കാറുണ്ട്. ഓക്കെ. ഈ ആഴ്ച നറുക്കെടുക്കുമ്പോൾ എന്താണ് സമ്മാനം കിട്ടുന്നത്? സമ്മാനം നമ്മൾ ഒരു ഓഫർ സമ്മാനമാണ് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ ബമ്പർ സമ്മാനമായിട്ട് നമ്മൾ ഈ എക്സ്പ്രസിന്റെ മാരുതിന്റെ എക്സ്പ്രസ് ആണ് നമ്മൾ ഫസ്റ്റ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബൈക്ക് നമ്മൾ ഏതാ കൊടുക്കുന്നുണ്ട്? ആക്റ്റീവ് അല്ലേ? 3 ആക്റ്റീവ് ആണ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആയിട്ട് 8 ആക്റ്റീവ് ആണ് അല്ലേ? ഓക്കെ. എന്തായാലും എടുക്കുന്നവർക്ക് ചിലപ്പോൾ പ്രതീക്ഷ, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കാർ എടുക്കുമ്പോൾ വേറൊരു കാറും പാടെ കിട്ടും. അത് പറയാൻ പറ്റില്ല. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കുക. നമ്മളെ ചാനൽ അതിൽ കാണുന്ന മറക്കാം, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യട്ടോ. ഫേസ്ബുക്കിലാണ് പേജ് ഫോളോ മറക്കണ്ട. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പരിചയപ്പെട്ട ക്രെറ്റ, ബ്ലാക്ക് ക്രെറ്റ. എങ്ങനെ ഡീറ്റെയിലുണ്ട്? ഇത് 2017 ആണ്. XX ഓപ്ഷണലാണ്. മാനുവലിൽ ഫുൾ ലോഡ് വണ്ടി. ഇത് ഓടിക്കേണ്ട 84,000 കിലോമീറ്റർ, 2ാമത്തെ ഓണർ. ഇത് ഒരു റീപ്ലേസ്, ഫുൾ ഗ്യാരണ്ടി വരാം. ഈ ഒരു പൊട്ടിതാ പൊട്ടുണ്ടല്ലേ? ഇത് ഗ്ലാസ് മാറിയിട്ടില്ല. ഇത് എന്തോ ഇതായിട്ട് ഇത് ഇനി മാറ്റി കഴിഞ്ഞാല് ആൾക്കാർ പറയും ഇത് റീപ്ലേസ് ആണ്. അത് വേണം. ഇനി കസ്റ്റമർക്ക് ഇനി അത്ര വലിയ പ്രോബ്ലം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മള് മാറ്റി കൊടുക്കുക. അപ്പൊ അത് റീപ്ലേസ് ആവും. അപ്പൊ ഇപ്പൊ നമ്മൾ മാറ്റിയാൽ അത് തട്ടിയിട്ട് മാറ്റിയതാന്ന് പറയും. ഇപ്പൊ ഇത് ഇങ്ങനെ മാറ്റി കൊടുക്കും. ഇത് ഇങ്ങനെ വേറെ അപാകതകളൊന്നും ടോട്ടൽ ലോസ് ഫ്ലഡ് ഇല്ലാന്നുള്ള എഴുതി ഒപ്പിട്ടാണ് കൊടുക്കും. ഫുൾ ഗ്യാരണ്ടി. എത്ര ചോദിക്കണ്ടേ? ഇത് 11.5 ലക്ഷം റുപ്യാണ് ചോദിക്കണ്ടേ. നെഗോഷ്യബിൾ ഉണ്ടാവും. പ്രൈസ് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. കസ്റ്റമർ വരട്ടെ. ലോണൊക്കെ ഏകദേശം എത്ര കയറും? ലോണ് മാക്സിമം ആണ് ഒരു 10 രൂപ വരെ. 10ന്റെ മുകളിലാണെങ്കിൽ പിന്നെ IT ഒക്കെ ചെക്ക് ചെയ്തിട്ടേ തരുള്ളൂ. എന്തായാലും 10 മാക്സിമം കയറും. 10 മാക്സിമം എല്ലാവർക്കും കയറൂല. പ്രൊഫൈലിന്റെ ഫിറ്റിനനുസരിച്ച് പ്രൊഫൈൽ കുഴപ്പമില്ലാത്ത പ്രൊഫൈൽ ഉള്ളവർക്ക് നമ്മൾ ഈ 10 പറഞ്ഞില്ലല്ലേ? വേറെ കുഴപ്പമൊന്നുമില്ല. ഒന്നുമില്ല. പെട്രോൾ അല്ല ഡീസൽ വരുന്നത്? ഡീസൽ. മൈലേജ് എത്ര കിട്ടും? മൈലേജ് ഒരു 18, 19, 20 വരെ കിട്ടും. 20 വരെ മാക്സിമം. മാനുവലാണ് മാക്സിമം ലെവലിൽ പറയലല്ലേ? വേറെ കുഴപ്പമൊന്നുമില്ല. ഫുൾ പക്ക ബ്ലാക്ക് വണ്ടി. ബ്ലാക്കിന് തന്നെ ഒരു ഡിമാൻഡ് കൂടുതലാണ്. അടുത്ത വണ്ടി എക്കോ സ്പോർട്ട്. എങ്ങനെ? എക്കോ സ്പോർട്ട് 2014 മോഡൽ, 74,000 കിലോമീറ്റർ ഓടിക്കണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ്. ഇത് നമ്മൾ ചോദിക്കണ വില 4.4 അത് ലാസ്റ്റ് എന്തെങ്കിലും കമ്മിയാക്കിയിട്ട് നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കും. റീപ്ലേസ് തന്നെ ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഗ്ലാസ് റീപ്ലേസ് ആണ്. ഗ്ലാസ് മാറിക്കോളൂ. ഇടിച്ചു പൊട്ടിയതാണ് അത്.
അതെന്താ പറയാൻ പറ്റില്ലല്ലോ അല്ലേ? കമ്പനി മാത്രമേ റീപ്ലേസ് ഉള്ളൂ, വേറെ ഒന്നും റീപ്ലേസ് ഇല്ല. നമുക്ക് എന്തെങ്കിലും കമ്മിയാക്കി കൊടുക്കാം. ലോണൊക്കെ ഏകദേശം എത്ര കയറും? ലോണ് ഒരു 3.5 ലെവലിൽ കയറും മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. അതെ. എത്ര റേറ്റ് ഉണ്ട്? 4.4 3.5 നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഡീസലിൽ ഒരു 14-15 ലെവലിൽ മൈലേജ് കിട്ടുള്ളൂ. എല്ലാവരും കിട്ടുമോ? 16 പ്രതീക്ഷിക്കാം. ഡീസലാണ്. ആ ലെവലിൽ കിട്ടുമല്ലോ. വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല. ഫുൾ പക്ക വണ്ടിയില്ലേ? ഫുൾ പക്ക വണ്ടി. അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഇട്ടോ, കണ്ടിട്ടില്ലേ? 2008 മോഡൽ സ്വിഫ്റ്റ്. ഇത് ഓടിക്കേണ്ട 1.15 ഇതിന് നമ്മൾ വില ചോദിക്കണത് 2.4 ഉറുപ്പ്യാണ്. ഓപ്ഷൻ അത് വരുന്നത്? ഓപ്ഷൻ VDI ആണ്. 1 സംതിങ് ഓടിക്കണ്ടേ? മേജർ സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞോളൂ. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഫുൾ പക്ക. എത്ര ചോദിക്കുന്നത്? ഇത് ഇനിയിപ്പോ റിന്യൂവലിനെ കുറിച്ചാണ് അടുത്ത ചോദ്യം വരിക. അപ്പൊ റിന്യൂവൽ അടുത്ത വർഷം നവംബറില് 1 വർഷം കറക്റ്റ് ഉണ്ട് റിന്യൂവൽ. എത്ര ചോദിക്കുന്ന? ഇത് 2.4 ഉറുപ്പ്യാണ് ചോദിക്കണത്. നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അത് ഞാനൊരു ഫിക്സ്ഡ് എമൗണ്ട് പറഞ്ഞതാണ്. അത് താഴത്തേക്ക് വരും. അതെ, കസ്റ്റമർ വിളിക്കട്ടെ അല്ലെങ്കിൽ വരട്ടെ. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ഒരു എമൗണ്ട് പറയും. ലോണ് സെർട്ട് ഫൈനാൻസേ കയറുള്ളൂ. ഒരു 55-60 ഉറുപ്പ്യ. എന്തായാലും ഡീസലിൽ ഒരു 16-17 ലെവലിൽ മൈലേജ് കിട്ടും. അല്ലേ? വേറെ കുഴപ്പം കാര്യങ്ങളൊന്നും എടുക്കുന്നവർക്ക് പണി കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ അല്ലേ? അടുത്ത വണ്ടി വാഗണർ കേട്ടോ. എങ്ങനെയില്ലായിരുന്നു? വാഗണർ 2017 VXI ഓട്ടോമാറ്റിക് ആണ്. മാനുവൽ അല്ല ഓട്ടോമാറ്റിക്. ഇത് 2017 ആണ്. 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ്. ഇതിന് നമ്മൾ വില ചോദിക്കുന്നത് 4 ലക്ഷം ഉറുപ്പിന് ചോദിക്കണ്ടേ. പിന്നെ ഇതിന് ഒരു വിഷയം പറയാനുള്ളത്, ഇതൊരു സീ ലെവലില് നെക്സില് ചെറിയൊരു ഫ്ലഡ് എഫക്റ്റഡ് ആണ് സീ ലെവലില്. അതിപ്പോൾ കസ്റ്റമറെ ബോധ്യപ്പെടുത്തിയിട്ടേ കൊടുക്കുള്ളൂ. അതുകൊണ്ട് ഫുൾ ലോൺ കയറാൻ ചാൻസ് ഉള്ള ഒരു വണ്ടിയാണ്. ഫുൾ ലോൺ കയറുന്ന ഒരു വണ്ടി. ഈ വാഗണർ ഓട്ടോമാറ്റിക് ഫുൾ ലോൺ കയറാൻ ചാൻസ് ഉള്ള ഒരു വണ്ടിയാണ്. റീപ്ലേസ് ആണ് ചെയ്യണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. തട്ടുമുട്ട് ആക്സിഡന്റ് ഒന്നുമില്ല. ഈ സീ ലെവലിൽ ഒരു ഫ്ലഡ് എഫക്റ്റഡ് ആണ്. അത് നമ്മൾ കസ്റ്റമറെ ബോധ്യപ്പെടുത്തി കൊടുക്കുള്ളൂ. എത്ര ചോദിക്കുന്ന റേറ്റ്? ഇതിന് നമ്മൾ 4.4 ഉറുപ്പ്യ ചോദിക്കണ്ടല്ലോ. സോറി, 4 ലക്ഷം ഉറുപ്പ്യ. 4 ലക്ഷം ചോദിക്കണ്ടേ? ഫുൾ ലോൺ കയറും. ഫുൾ ലോൺ ചാൻസ് ഉള്ള ഒരു വണ്ടിയാണ്. അത് കസ്റ്റമറെ പ്രൊഫൈലിനനുസരിച്ചാണ്. അത്ര ഫിറ്റ് ആയ കസ്റ്റമർക്ക് കയറില്ല. ഇതേ പെട്രോൾ മൈലേജ് ഏകദേശം എത്ര കിട്ടും? മൈലേജ് ഒരു 14, 15, 16 ആ ലെവലിൽ മൈലേജ് കിട്ടില്ല. ഓട്ടോമാറ്റിക് ആണ്. വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല. അടുത്ത വണ്ടി സിയാസ് കേട്ടോ. സിയാസ് 2016 ഹൈബ്രിഡ് ഡീസലാണ്. ഡീസലാണ് ഫ്യൂൽ വരുന്നത്. മാക്സിമം മൈലേജ് എത്ര കിട്ടും ഏകദേശം? എത്ര കിട്ടും ചോദിച്ചാൽ 18, 19, 20 വരെ മാക്സിമം മൈലേജ് കിട്ടും. ഹൈബ്രിഡ് വണ്ടിയിലെ എത്ര മോഡലാണ്? ഇത് 2016. ഓപ്ഷന് ZDI ഫുൾ ഓപ്ഷന്, ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ ഉള്ള ഏറ്റവും ഫുള്ളോട് ഹൈബ്രിഡ് സിസ്റ്റം ഉള്ള വണ്ടി. സിംഗിൾ ഓണർ. 1,07,000 കിലോമീറ്റർ കമ്പനി സർവീസിൽ ഓടിയത്. ഡോക്ടർ സ്റ്റിക്കർ ഉണ്ട്. അതിന്റെ ജെനുവിനിറ്റി എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. അതിന്റെ ജെനുവിനിറ്റി എനിക്കറിയാം. അതെ, പക്ഷെ വണ്ടി നല്ല മെയിൻറ്റെയിൻ ചെയ്ത് നല്ല കൊണ്ടുവരുന്ന വണ്ടിയാണ്. എത്ര ചോദിക്കണ്ടേ? ഇതിന് നമ്മൾ 6.5 ലക്ഷം ഉറുപ്പ്യ ചോദിക്കണ്ട്. എന്തായാലും കുറവുണ്ടാവും. ചെറുതായിട്ട് എന്തെങ്കിലും കമ്മിയാക്കി കൊടുക്കാം. വീഡിയോ കണ്ടുവരുന്നൊക്കെ എന്തായാലും കുറവുണ്ടാവില്ല. കുറവിൽ നമ്മൾ കൊടുക്കുമല്ലോ. അതിന് കുറക്കാൻ ഒരുപാട് കൂട്ടി ചോദിച്ചിട്ടില്ല. ചെറിയ ഇതിലുള്ളൂ അല്ലേ? ലോണൊക്കെ ഏകദേശം എത്ര കയറും? ലോണ് ഒരു 5.25, 5.5 ആ ലെവലില് ലോണ് കയറും അല്ലേ? വേറെ പണി കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ZDI ആണ്, ഡീസലാണ്, ഹൈബ്രിഡ് സിസ്റ്റം ഉണ്ട്. ഹൈബ്രിഡ് സിസ്റ്റം അറിയാലോ, വിശദീകരിക്കേണ്ട. ഹൈബ്രിഡ് സിസ്റ്റം ആണ്. പിന്നെ ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉണ്ടല്ലോ. നല്ല വൃത്തി. അടുത്ത വണ്ടി സ്വിഫ്റ്റ് കേട്ടോ. സ്വിഫ്റ്റ് ഡിസയർ 2014 മോഡല്. 1,20,000 കിലോമീറ്റർ ഓടിക്കേണ്ടത്. നിലവിലല്ല, അത് ജെനുവിൻ ആണ്. കേരള വണ്ടിയല്ലേ, 50 മണ്ണാർക്കാട് വണ്ടിയാണ്. പിന്നെ 2014 വണ്ടിയാണ് ഡിസയറിന്റെ. അതായത് ഏറ്റവും പുതിയതുമല്ല എന്നാൽ ഏറ്റവും പഴയതുമല്ല, ആ മീഡിയത്തിൽ വന്ന ഷേപ്പാണ്. അതാണ്. ഇതിന്റെ മേജർ സർവീസ് കഴിഞ്ഞാണല്ലോ. ഇതിന്റെ മേജർ സർവീസ് കാര്യങ്ങൾ 1.20 മേജർ സർവീസ് കഴിഞ്ഞിട്ടുണ്ടാവും. വേറെ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ വണ്ടിക്ക് നിലവിലില്ല. ചെറിയ റീപ്ലേസ് ഉണ്ട്. ഒരു ഡോർ എന്തോ റീപ്ലേസ് ഉണ്ട്. ഡോർ എന്തോ റീപ്ലേസ് ഉണ്ട്. അത് മാറ്റിയിട്ടുണ്ട് കമ്പനിയിൽ. വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി ഉണ്ട്. എത്ര ചോദിക്കണ്ടേ? ഇത് നമ്മൾ 4.4 ചോദിക്കണേ. നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കും. പ്രൈസ് കുറച്ച് കൊടുക്കും. ലോണൊക്കെ ഏകദേശം എത്ര? ലോണ് ഒരു 4 വരെ ചെയ്ത് കൊടുക്കാം. ലോണല്ലേ?
എത്ര ഡൗൺ പേയ്മെന്റ് വേണം അപ്പൊ നമുക്ക് വേണ്ടി? ഒരു 30 റുപ്യന്റെ താഴെ മതി. ഒരു 10-15 റുപ്യന്റെ നമുക്ക് ഈ സ്വിഫ്റ്റ് ഇറക്കാം. പിന്നെ എല്ലാവർക്കും ഇപ്പൊ അത് മതിയാവില്ല, ഓരോരോ പ്രൊഫൈലിന്റെ ഫിറ്റിനനുസരിച്ചാണ് ഫണ്ട് ഇറങ്ങുക. അപ്പോ അടുത്ത വണ്ടി വീണ്ടും ഒരു 7 സീറ്റ് എർട്ടിക. നമുക്ക് വളരെ എൻക്വയറി ഉള്ള ഒരു വണ്ടിയാണ് എർട്ടിക അല്ലേ? എൻക്വയറി ഉള്ള വണ്ടിയാണ്, പെട്ടെന്ന് നമുക്ക് നടന്നാൽ കിട്ടാത്തൊരു സാധനമാണ് എർട്ടിക. എത്ര മോഡൽ ഇത്? 2016 മോഡലാണ്, ഹൈബ്രിഡ് ഉള്ള വണ്ടിയാണ്. STVS സെമി ഹൈബ്രിഡ് ഉള്ള വണ്ടിയാണ്, 2016 മോഡലാണ്. 1,20,000 കിലോമീറ്ററാണ് ഓടിക്കുന്നത്. ഓപ്ഷന് VDI ഡീസലാണ്. വേറെ തട്ടുമുട്ട ഭാഗത്ത് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, ഫുൾ ഗ്യാരണ്ടിയാണ്. സ്കൈ ബ്ലൂ കളറാണ്. എത്ര ചോദിക്കണേ? ഇതിന് നമ്മൾ ചോദിക്കണ വില 6 ലക്ഷം റുപ്യാണ് ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആയിട്ട് പ്രൈസ് കുറയാണ്ട് കുറച്ച് കൊടുക്കാം. ലോണൊക്കെ ലോൺ ഒരു 5.5 ഉള്ളിലായിട്ട് ഇറക്കുള്ളൂ. 5 ഉള്ളിലായിട്ട് ലോൺ കയറും അല്ലേ? എന്തായാലും പ്രൊഫൈൽ നോക്കിയിട്ടേ പറയുള്ളൂ. പ്രൊഫൈൽ നോക്കിയിട്ട്. എത്ര ഡൗൺ പേയ്മെന്റ് വേണം വണ്ടി ഇറക്കണേ? ഇതിനൊരു 75 രൂപ കാണണം, ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റൂല. 75,000 ഇറക്കാം, ലോൺ ചെയ്യാം. ചെറിയ ഡൗൺ പേയ്മെന്റ് എത്ര വേണം? 25,000 പറഞ്ഞല്ലോ. വേറെ വേറെ കംപ്ലൈന്റ് പക്ക വണ്ടി. പിന്നെ ഒരു ചെറിയ ഹൈബ്രിഡ് സിസ്റ്റം ഉള്ളതാണ്, അതുകൊണ്ട് മാക്സിമം ഫ്യൂവൽ എഫിഷ്യന്റ് ആണ്. മൈലേജ് എത്ര കിട്ടും? മൈലേജ് ഇത് എർട്ടിക ഇന്നോവ 7 സീറ്റർ തന്നെയാണല്ലോ, അതുകൊണ്ടാണ് ആൾക്കാർ ഇന്നോവന്ന് മാറി എർട്ടിക ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം തന്നെ. ഇത് നമുക്കൊരു 16-17 വരെ മാക്സിമം ആണ്. മാക്സിമം ഒരു 15-16 വരെ നമുക്ക് മാക്സിമം മൈലേജ് കിട്ടുമല്ലേ? വേറെ എടുക്കുന്നവർക്ക് പണി കാര്യങ്ങളൊന്നുമില്ല, ഫുൾ പക്കാറ്റ് ഓടിച്ചെടുക്കാം. ടൈമിംഗ് ചെയിൻ ഒക്കെ മാറിയതാണ്, ഫുള്ള് ഓക്കെ ആണ്. പിന്നെ ECR ക്ലീൻ ചെയ്തൊക്കെ ഒക്കെ വണ്ടിക്ക് മേജർ സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. അടുത്ത വണ്ടി ഇത്തിയോസ് കേട്ടോ, ഇത് 2015 ആണ്, GDSP ആണ്. 4 ഡോർ പവർ വിൻഡോ, ABS ബ്രേക്ക്, 2 എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഉള്ള GDSP. പിന്നെ പ്ലാറ്റിനത്തേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എല്ലാം പക്കായിട്ടുള്ള വണ്ടി. നമ്പർ റീ രജിസ്റ്റേർഡ് ആണ്, 2015 മോഡലാണ്. റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. മലപ്പുറം RT ഓഫീസിൽ നമ്പർ ആയിട്ടുണ്ട്. നമ്മളായിട്ട് ചെയ്തതല്ല, നമ്പറായിട്ട് തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. വണ്ടിക്ക് വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ആണ്. അതെ. പിന്നെ പ്ലാറ്റിനത്തേക്ക് കൺവേർട്ട് ചെയ്താണ്. പ്ലാറ്റിനം 15 വരില്ല, പ്ലാറ്റിനത്തേക്ക് കൺവേർട്ട് ചെയ്ത വണ്ടിയാണ്. 2015 മോഡലാണ്. എത്ര ചോദിക്കണ്ടേ? ഇത് നമ്മൾ ചോദിക്കുന്നത് 4.5 ലക്ഷം റുപ്യ ചോദിക്കണ്ടേ. ഇത് കിലോമീറ്റർ ഓടിക്കണ്ടേ? 1.5 ലക്ഷം. ജെനുവിനിറ്റി ഉണ്ടാവില്ല. ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും, എന്നാലും നമുക്ക് ഉറപ്പിക്കാലോ 15 വണ്ടി മാക്സിമം എത്ര ഓടുക എന്നുള്ളത്. പറയാൻ പറ്റൂല, അങ്ങനെ പ്രശ്നമുണ്ടല്ലോ. മീറ്റർ കാണാ ജെനുവിനിറ്റി നമ്മൾ പറഞ്ഞില്ലേ. പിന്നെ നമ്മൾ ബേസിക് എല്ലാം നോക്കിയതാണ്, എഞ്ചിൻ ബേസ്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ഒക്കെ ചെക്ക് ചെയ്താണ്. പിന്നെ ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തീർത്തിട്ടുണ്ട്. വണ്ടിക്ക് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. ആപ്പിലൊക്കെ സിംഗിൾ ആണ്, അവിടെ സെക്കൻഡ് ആണെന്ന് ഞാൻ മനസ്സിലാക്കണേ. കാരണം അവിടെ ഒരു ഓണറും ഇവിടെ ഒരു ഓണറും ഉണ്ടാവും. ഇപ്പൊ സിംഗിൾ ആണ് കാണിക്കണത്. ഇത് 4.5 ലക്ഷം റുപ്യ. ലോൺ ഒരു 3.5 ആ ലെവലിലേക്ക് കയറുള്ളൂ. 3.5-3.25. ഒരു 10 വണ്ടി ഇറക്കാം. അതെ. ഡീസൽ മൈലേജിന്റെ കാര്യം ഇത്യോസ് ലിവിയും ഡീസലിൽ നല്ല മൈലേജ് അല്ലേ, 20 തന്നെ കിട്ടും. 20 എന്തായാലും ഉണ്ടാവുമല്ലോ അല്ലേ. അടുത്ത വണ്ടി നിസാൻ മൈക്ര. എങ്ങോട്ടില്ലേ? നിസാൻ മൈക്ര ആക്റ്റീവ് പറഞ്ഞൊരു ഓപ്ഷൻ. മൈക്ര ആക്റ്റീവ് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടി. 2017 മോഡലും 18 രജിസ്ട്രേഷനും, സിംഗിൾ ഓണർ, ഓട്ടോമാറ്റിക്. ഇതിന്റെ ഓട്ടോമാറ്റിക് CVT ആണ്, AMT അല്ല. CVT ഓട്ടോമാറ്റിക്. ഇത് പെട്രോൾ ആണ്, ഡീസൽ അല്ല. മൈലേജ് ഒരു 14-15 ആ ഒരു ലെവലേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് ലേഡീസിനൊക്കെ ഉപയോഗിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് ആണ്. കാരണം നമ്മളെ CVT ആകുമ്പോ ബാക്കിലേക്ക് പരാതി ഉണ്ടാവില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. കിലോമീറ്റർ 83,000 സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇതിന് നമ്മൾ ചോദിക്കുന്നത് 5.80 ആണ് ചോദിക്കണ്ടേ. അതെ. ലോണൊക്കെ ഏകദേശം എത്ര കയറും? ലോൺ ഒരു 4.5 എങ്ങനെയാലും കയറും. ഡൗൺ പേയ്മെന്റ് ഏകദേശം ഒരു 10-50 വണ്ടി ഇറക്കാം അല്ലേ? അത്രയും ക്വാളിറ്റി വണ്ടി, ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം അല്ലേ? അടുത്ത വണ്ടി വീണ്ടും ഒരു ഓട്ടോമാറ്റിക് വാഗണർ. എങ്ങോട്ടില്ലേ? 2018 സെക്കൻഡ് ഓണർഷിപ്പ്, പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. 42,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഓപ്ഷൻ വരുന്നത്
ഓപ്ഷന് VXI ഓപ്ഷൻ വരുന്നില്ലേ? അതെ. തട്ടുമുട്ട ഭാഗത്ത് അങ്ങനത്തെ പരിപാടികളൊന്നും ഒന്നുമില്ല, പക്ക വണ്ടി. ഫുൾ ഗ്യാരണ്ടി പറയാൻ നോക്കി. എത്ര ചോദിക്കണ്ടായിട്ട്? 5 റുപ്യ. 5 ലക്ഷമാണ് ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ. ലോൺ ഏകദേശം എത്ര കയറും? ലോൺ ഒരു 4.5 വരെ കയറും മാക്സിമം. 4.5 അല്ല, 4.25 ആ ലെവലിൽ ചെയ്ത് കൊടുക്കാം. ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു 75-80 റുപ്യ കസ്റ്റമർ കൊണ്ടുവരേണ്ടി വരും. എന്തെങ്കിലും വണ്ടി ഇറക്കാൻ പറ്റില്ല. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ് മെയിൻ ക്ലാസ് റീപ്ലേസ് ഒന്നുമില്ല. BI തന്നെയാണ്, 18 ക്ലാസ് തന്നെയാണ്. അല്ല. അപ്പോൾ അടുത്ത വണ്ടി ഹോണ്ട ജാസ്. എങ്ങോട്ടില്ലേ? ഇത് 2015 ജാസ് ആണ്. ഹോണ്ട ജാസ് 15 മോഡലാണ്. 15 ഡീസലാണ്, മാനുവലാണ്. പിന്നെ ഏറ്റവും ഫുള്ളല്ല, അതിന്റെ താഴെയുള്ള ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ. അതെ, ബട്ടൺ സ്റ്റാർട്ട് കുറയും, ബാക്കിയൊക്കെ ഉണ്ടാവും. അതെ. കിലോമീറ്റർ ഓടിക്കണ്ടേ? കിലോമീറ്റർ 140 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ്. തട്ടുമുട്ട ഭാഗത്ത് അങ്ങനത്തെ ഒന്നുമില്ല, കാര്യങ്ങളൊന്നുമില്ല. ഗ്യാരണ്ടി കൊടുക്കാം. എത്ര ചോദിക്കണ്ടായിട്ട്? ഇതിന് 5.25 ലക്ഷം രൂപ ചോദിക്കണ്ട്. ലോണൊക്കെ ഏകദേശം എത്ര കയറും? ഒരു 4.5 മുകളിൽ എന്തെങ്കിലും വെച്ച് ചെയ്ത് കൊടുക്കാം. ചെറിയ ഡൗൺ പേയ്മെന്റ് എത്ര വേണം വണ്ടി ഇറക്കണമെങ്കിൽ? ഒരു 80-90 റുപ്യ ആണ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. ഇത് ഡീസലിന് എത്ര മൈലേജ് കിട്ടുക? ഡീസല് ഹോണ്ടന്റെ ജാസ് നല്ല മൈലേജുള്ള വണ്ടിയാണ്. കമ്പനി 27 ഒക്കെ കമ്പനി പറയണത്. അത്രയൊന്നും നമ്മള് പറയില്ല. ഒരു 20ന്റെ മുകളിൽ കയറും. അതെ. എടുക്കുന്നവർക്ക് പണി കാര്യങ്ങളൊന്നും റീപ്ലേസ് പരിപാടികളൊന്നും. ക്വാളിറ്റി വണ്ടിയാണ്. ഇന്റീരിയർ അത്യാവശ്യം നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്ത വണ്ടി ന്യൂ മോഡൽ സ്വിഫ്റ്റ് ഡിസയർ. ഇത് 2018 മോഡല് ഡിസയർ. ഇത് ഓടിക്കേണ്ടത് ഓപ്ഷൻ ZXi പ്ലസ്. അതെ. കിലോമീറ്റർ ഓടിക്കേണ്ടത് 44,000. ഇതിന്റെ വിഷയം എന്താ വെച്ചാൽ ഇത് കമ്പനിയിൽ ചെറിയ ഫ്ലഡ് എഫക്റ്റഡ് ആണ്. ഒരു 14,000 ഇത് കമ്പനി ചെറിയ ഫ്ലഡ് 10,000 കിലോമീറ്ററിൽ ഫ്ലഡ് എഫക്റ്റഡ് ആണ്. അപ്പോൾ ഇത് കമ്പനിയിൽ നിന്ന് തന്നെ ഇടിച്ച വണ്ടിയുടെ ഒരു വയറിംഗ് കിറ്റ് കമ്പനിയിൽ നിന്ന് തന്നെ എടുത്ത് ഫുൾ സെറ്റിങ്സിൽ എല്ലാം വയറിംഗ് കിറ്റ് കാര്യങ്ങൾ കംപ്ലീറ്റ് കമ്പനിയിൽ നിന്ന് ചേഞ്ച് ചെയ്തു. അതെ. അപ്പോൾ വണ്ടിക്ക് ഇപ്പൊ നിലവിൽ ഫ്ലഡ് എഫക്റ്റഡ് ആണെന്ന് പറഞ്ഞാൽ നമുക്കത്, പക്ഷെ കമ്പനിയിൽ ഫ്ലഡ് എഫക്റ്റഡ് ആണ്. വണ്ടിക്ക് ഇപ്പൊ നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. 10,000 കിലോമീറ്ററിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഓടിക്കേണ്ടത് 44,000 കിലോമീറ്റർ. അതിനുശേഷം 34,000 കിലോമീറ്റർ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. ഇതിന് നമ്മൾ ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. 7 റുപ്യാണ് ഇതിന്റെ മാർക്കറ്റ് വാല്യൂ. ഈ വണ്ടി നമ്മൾ 6.25 ചോദിക്കണുള്ളൂ. ഫുൾ ഓൺ കയറാൻ ചാൻസ് ഉള്ള ഒരു വണ്ടിയാണ്. 6.25 ചോദിക്കുന്നുണ്ട്. ഫുൾ ഓണിൽ കൊടുക്കും. എന്തായാലും പ്രൊഫൈൽ നോക്കിയിട്ട് കൊടുക്കും. ഡീസലല്ല, പെട്രോളില് ZXi പ്ലസ്. എത്ര മൈലേജ് കിട്ടും? ഇത് നല്ല മൈലേജുള്ള വണ്ടിയാണ്. ഇതൊരു 17-16 ആ ലെവലിൽ കിട്ടും. മൈലേജ് കിട്ടൂല. മോഡൽ പിന്നെ അങ്ങനെ ഉണ്ടല്ലോ. വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. നിലവിലെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും. അതെ. ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കാര്യം മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടൻ്റെ ലൊക്കേഷൻ, നമ്പർ, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണ്ട. അപ്പോൾ സമ്മാനത്തിൻ്റെ കാര്യം മറക്കണ്ട. അപ്പോൾ അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി വീണ്ടും കാണാം.